ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ സാധാരണ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന രണ്ട് പ്രധാന പ്രശ്നങ്ങളാണ്. ഒന്ന് ഇന്റർനെറ്റ്, അതായത് നെറ്റ് നമുക്ക് പെട്ടെന്ന് ഡൗണായി പോകുന്ന പ്രശ്നം, അതുപോലെ തന്നെ മൊബൈലിന്റെ ചാർജ് പെട്ടെന്ന് ഇറങ്ങി പോകുന്ന പ്രശ്നം. പക്ഷേ നമ്മൾ പല ഓപ്ഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ മൊബൈൽ കമ്പനി തന്നെ നമുക്ക് 100% ഗ്യാരണ്ടിയോട് കൂടി അവർ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് എന്ത്, ചില ഓപ്ഷൻസുകൾ. ആ ഓപ്ഷൻസുകൾ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ് ലാഭിക്കാൻ പറ്റും, അറ്റ് ദി സെയിം ടൈം തന്നെ നിങ്ങൾക്ക് ബാറ്ററി ലാഭിക്കാൻ പറ്റുന്നത്. അങ്ങനെയുള്ള രണ്ട് ഓപ്ഷൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതുകൊണ്ട് 100% നമുക്ക് വിശ്വസിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററിയും അതുപോലെ തന്നെ നെറ്റ് വളരെയധികം ലാഭിക്കാൻ വേണ്ടി സാധിക്കും. അപ്പം അതിനു മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ, തൊട്ടടുത്തുള്ള ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഓപ്ഷന്റെ കാര്യം ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. മൊബൈൽ ഫോൺ ഓപ്പൺ ചെയ്തതിന് ശേഷം ഹോം പേജിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്യാം. നമ്മുടെ മൊബൈലിൻ്റെ കമ്പനി തന്നെ, ഏത് കമ്പനിയാണെങ്കിലും അവർ അവകാശപ്പെടുന്നതാണ്. അധിക ഫോണിലുണ്ട്, ചില ഫോൺസിൽ ഈ സെറ്റിംഗ്സ് കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ 90% ഫോൺസിലും ഇതുണ്ട്. നമ്മൾ അതിനായിട്ട് ചെയ്യേണ്ടത് എബൌട്ട് ഡിവൈസ് പറയുന്ന ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എബൌട്ട് ഡിവൈസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ഫോണിൻ്റെ വോയിസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. സ്റ്റോറേജ് കപ്പാസിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണും. ഇവിടെ ആൻഡ്രോയിഡ് വേർഷൻ കാണിക്കാം. ഇതിന് തൊട്ട് താഴെ വേർഷൻ അല്ലെങ്കിൽ ബിൽഡ് നമ്പർ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ വേർഷൻ നമുക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം. കൃത്യമായി മനസ്സിലാക്കി ചെയ്യുക, വേർഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ബിൽഡ് നമ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അവിടെ നമുക്ക് ഒരു 7 ടൈംസ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാം. ചില ഫോണിൽ ഒരു 5 പ്രാവശ്യമൊക്കെ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് ഓപ്പോ ആണ് ഫോൺ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ സെർച്ച് ഓപ്ഷനിൽ നിങ്ങൾ ഡെവലപ്പർ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാലും മതി. ഡെവലപ്പർ ഓപ്ഷൻ ടൈപ്പ് ചെയ്ത് നോക്കിയാലും മതി. ഇവിടെ നമുക്ക് അഡീഷണൽ സെറ്റിംഗ്സ് പറയുന്ന ഓപ്ഷൻ കാണാം. അഡീഷണൽ സെറ്റിംഗ്സ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഡെവലപ്പർ ഓപ്ഷൻ കാണാൻ സാധിക്കും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡെവലപ്പർ ഓപ്ഷൻ എന്നുള്ളത് നമുക്ക് കാണാം. നിങ്ങളുടെ ഫോണിൽ ഈ ഡെവലപ്പർ ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കി നോക്കുക. നമ്മൾ ചെയ്യേണ്ടത് ബിൽഡ് നമ്പറിൽ പോയിട്ട് നമ്മൾ 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഡെവലപ്പർ ഓപ്ഷനിലേക്ക് വരികയാണ് ചെയ്യേണ്ടത്. ഇവിടെ മുകളിൽ ഡെവലപ്പർ ഓപ്ഷൻ നമ്മളൊന്ന് എനേബിൾ ചെയ്ത് വെച്ച് കൊടുക്കുക. എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണും നിങ്ങളുടെ ഫോണിൽ നെറ്റ് തീരാതിരിക്കാൻ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ രീതിയിൽ നെറ്റ് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഓപ്ഷൻ കമ്പനി തന്നെ നമുക്ക് അവകാശപ്പെട്ട് തരുന്നൊരു ഓപ്ഷനാണ്. അല്ലാതെ നമ്മൾ ആരും പറയുന്നില്ല. ഇതിൽ നമ്മൾ വിത്ത് പ്രൂഫായിട്ടാണ് നമ്മൾ കാണിച്ചു തരുന്നത്. കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് നോക്കൂ, ഇവിടെ വൈഫൈ സ്കാൻ ത്രോട്ട്ലിംഗ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഉണ്ട്. വൈഫൈ സ്കാൻ ത്രോട്ട്ലിംഗ് ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. റെഡ്യൂസ് ബാറ്ററി ഡ്രെയിൻ ആൻഡ് ഇംപ്രൂവ്സ് നെറ്റ്വർക്ക് പെർഫോമൻസ് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ നെറ്റ്വർക്കിൻ്റെ പെർഫോമൻസ് കൂട്ടാനും അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററിയുടെ ബാറ്ററി പെട്ടെന്ന് കുറഞ്ഞു പോകുന്നത് നിർത്താനും വേണ്ടിയുള്ള ഓപ്ഷനുകൾ കൃത്യമായിട്ട് ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും നമുക്ക് വിശ്വസിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് വൈഫൈ സ്കാൻ ത്രോട്ട്ലിംഗ്. ഇത് ഡെവലപ്പർ ഓപ്ഷനിലാണുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ഫോണിൽ നെറ്റിൻ്റെ പെർഫോമൻസ് കുറവുണ്ടെങ്കിൽ അതില്ലെങ്കിൽ ബാറ്ററി പെട്ടെന്ന് കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഈ വൈഫൈ സ്കാൻ ത്രോട്ട്ലിംഗ് നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഒരു ഓപ്ഷൻ കൂടി ഞാൻ ബോണസായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഡെവലപ്പർ ഓപ്ഷനെ കുറിച്ച് ഇതിൻ്റെ മുൻപ് കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ അബീസ് വിഷൻ ചാനലിൽ താഴേക്കൊന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കുറേ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലുള്ള ഓപ്ഷൻസ് ഒക്കെ നിങ്ങളൊന്ന് നോക്കുക. ഇവിടെ രണ്ടാമതൊരു ഓപ്ഷനായിട്ട് നമുക്ക് ഇവിടെ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. കൃത്യമായിട്ട് കാണിച്ചു തരാം. ഡോണ്ട് കീപ്പ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഡോണ്ട് കീപ്പ് ആക്ടിവിറ്റീസ് ഇതൊന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ആപ്പുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ആപ്സിൻ്റെ ടൈറ്റിൽ ആപ്സ് ആണ്, നിങ്ങൾ കണ്ടില്ല. അതിൻ്റെ താഴെയായിട്ടാണ് ഡോണ്ട് കീപ്പ് ആക്ടിവിറ്റീസ് വരുന്നത്. അതായത് നമ്മുടെ ഫോണിൽ വരുന്ന ആപ്പുകൾ ഒരു സമയത്ത് ഒന്ന് മാത്രം വർക്ക് ചെയ്താൽ മതി. അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് മറ്റൊരു കാര്യം വർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് നല്ല രീതിയിൽ കൂടുന്നതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഡോണ്ട് കീപ്പ് ആക്ടിവിറ്റീസും കൂടി നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഫോണിൻ്റെ പെർഫോമൻസ് നല്ലപോലെ കൂട്ടാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഡോണ്ട് കീപ്പ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് അറ്റ് എ ടൈമിൽ ഒരു കാര്യം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒരു OTP ഒക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് നോക്കിയിട്ട് നമുക്ക് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വൈഫൈ സ്കാൻ ത്രോട്ട്ലിങ്ങും അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഡോണ്ട് കീപ്പ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ പെർഫോമൻസ് അടിപൊളിയാക്കി ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തന്നില്ല, ഞാൻ പറയുന്നതല്ല, അവിടെ കൃത്യമായിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാറ്ററിയും അറ്റ് ദി സെയിം ടൈം അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തുകൂടി ലാഭിക്കാൻ പറ്റും, നെറ്റും ലാഭിക്കാൻ പറ്റുന്ന കൃത്യമായിട്ട് മൊബൈൽ കമ്പനി തന്നെ അതിൽ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഓപ്ഷൻ നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇതുപോലുള്ള നല്ല നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് എല്ലാ ദിവസവും നിങ്ങൾക്കായി ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, സബ്സ്ക്രൈബ് ചെയ്താണ് എൻ്റെ ചാനൽ കാണുന്നത് എങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായി വരുന്നവരെ അഭിലാഷ് രാഘവ്.
സൈനിങ് ഔട്ട്.